KSRTCയുടെ ഏറ്റവും പുതിയ സംരംഭം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ്, അതായത് KSRTCയുടെ AC ലക്ഷറി എക്സിക്യൂട്ടീവ് ബസ്സാണ് അതിന്റെ ആദ്യ സർവീസ് നടത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് തയ്യാറായിരിക്കുന്നത്. രാവിലെ 5:30 ആദ്യ സർവീസ് പുറപ്പെട്ട് 9:45 എറണാകുളത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഫുള്ളി ബിസിനസ് ക്ലാസ്, അങ്ങനെ തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. എല്ലാവിധ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കൂടിയ ഈ ബസ് അതിന്റെ എല്ലാ തരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി അണിഞ്ഞൊരുങ്ങി നമുക്ക് ദൃശ്യങ്ങൾ നിൽക്കുന്നതായി കാണാൻ സാധിക്കും. നമുക്ക് ഈ ബസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. അതിനുള്ളിലേക്ക് തന്നെ കയറി ഒന്ന് നോക്കാവുന്നതാണ്. കാരണം ഈ ബസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന തരത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബസ്സാണ്. പൂർണ്ണമായും സസ്പെൻഷനോടുകൂടി തന്നെ എല്ലാവിധ യാത്രാ സൗകര്യം, സുഖകരമായ യാത്രയ്ക്കുള്ള ഒരു സംവിധാനം ഇതിൽ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ആദ്യഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ദിവസം 2 സർവീസുകളാണ് ഈ ബസ്സിന് ഉള്ളത്. രാവിലെ 5:30 പുറപ്പെട്ട് 9:45 എറണാകുളത്ത് എത്തുന്ന ആദ്യ സർവീസും തിരിച്ച് വൈകുന്നേരം 5:30 പുറപ്പെട്ട് രാത്രിയിൽ 9:45 തിരിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള രണ്ടാമത്തെ സർവീസും. ഇതിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 39 റിക്ലൈനർ സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത്. ആ സീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ സർവീസിൽ തന്നെ പൂർണ്ണമായും ഈ സീറ്റുകൾ ഫില്ലായിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ യാത്ര വിജയകരമാണ്, തുടക്കത്തിൽ തന്നെ വിജയകരമാണ് എന്ന് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 39 സീറ്റുകൾ ഇതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഓരോ സീറ്റിന്റെ പിന്നിലും എന്റർടൈൻമെന്റ് സംവിധാനമുണ്ട്. അതായത് നമുക്ക് ഈ കാണുന്ന ഒരു ഡിസ്പ്ലേ, ചെറിയൊരു ഡിസ്പ്ലേയിൽ നമുക്ക് വാർത്തകൾ കാണാം, യൂട്യൂബ് കാണാം. അതിനോടൊപ്പം തന്നെ അത്യാവശ്യ കാര്യങ്ങൾ, റേഡിയോ, FM, മിനി ഗെയിംസ് എല്ലാം തന്നെ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പ്രധാനപ്പെട്ട 2 ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്ന് ഈ പാൻട്രി സംവിധാനമാണ്. ആവശ്യക്കാർക്ക് വേണ്ടി നൽകുന്ന കോഫി, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അടക്കമുള്ള നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മിനി പാൻട്രി സംവിധാനമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മിനി റെഫ്രിജറേറ്റർ. ഈ റെഫ്രിജറേറ്ററിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെമി ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട് ജ്യൂസുകളും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും അടക്കമുള്ളവ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളവയാണ്. മറ്റൊന്ന്, ഈ ദീർഘദൂര യാത്രയായതിനാൽ തന്നെ ഇതിലൊരു യൂറിനൽ സംവിധാനം, ഒരു ടോയ്ലറ്റ് സംവിധാനം കൂടി ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ സംവിധാനമാണത്. ഇതിനുള്ളിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതൊരു യൂറിനലിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനം, തുറക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഒക്കെ നോക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ്, ഇതൊരു ചെറിയ ഒരു സംവിധാനമാണ്. പ്രാഥമികമായിട്ടുള്ള യാത്രയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദീർഘദൂര യാത്രയിൽ തന്നെ അതും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ യാത്രക്കാരുടെ ഒരു പ്രതികരണം കൂടി ചോദിക്കാം. നമുക്ക് ഈ ബസ്സിൽ KSRTC ഏത് യാത്ര നടത്തിയാലും അതിന്റെ ആദ്യ യാത്ര ഉണ്ടാകുന്ന ഒരു വ്യക്തി ഇതിലുണ്ട്. അദ്ദേഹത്തിനോട് കൂടി തന്നെ ചോദിക്കാവുന്നതാണ്. ആദ്യ യാത്രയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ലക്ഷറി ബസ്സിന്റെ ആദ്യ യാത്രയിലുണ്ട്. അതിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നാണ്. ഞാനും എന്റെ സുഹൃത്തും കൂടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയണ്ടേ. നമ്മളിതിന്റെ പരസ്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. KSRTC അടുത്ത കാലത്ത് ഇറക്കിയ എല്ലാ ബസ്സിലും ആദ്യ യാത്രക്കാരനായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സൗകര്യങ്ങൾ? അടിപൊളി, നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പം യാത്ര തുടങ്ങിയിട്ടില്ല, തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കൂടി ഒന്ന് ചോദിക്കാം. ഈ ഇത്തരം ലക്ഷറി ബസ്സുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. ഒരുപാടധികം ബസ്സുകൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. KSRTC ഇത്തരം ഒരു സംവിധാനം ഒരുക്കുമ്പോൾ എങ്ങനെയുണ്ട് അതിന്റെ ആദ്യ യാത്രയിൽ ഭാഗമാകുമ്പോൾ? തീർച്ചയായിട്ടും വളരെ സർപ്രൈസിംഗ് ആണ്. ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാട് യാത്ര ചെയ്തു, പക്ഷെ ഇത്രയും ഫീച്ചേഴ്സും ഫെസിലിറ്റിയും ഉള്ള ഒരു യാത്ര ഇറ്റ് ഈസ് അമേസിംഗ്. എല്ലാവിധ ആശംസകളും വിജയവും നേരുന്നു. എല്ലാവരും പറയുന്നത് തന്നെയാണ്. എങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെയുണ്ട് ആദ്യ യാത്രയിൽ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്ങില്. പിന്നെ ഇനി എൻഡിൽ പറയണം ടൈം കീപ്പപ്പ് ചെയ്യാൻ പറ്റുമോ. അതാണ് നമ്മൾ സാധാരണ വന്ദേ ഭാരതത്തിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. എക്സ്പെക്ട് ചെയ്ത ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല. അപ്പോൾ അവർ ഓരോരുത്തരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എക്സ്പെക്ട് ചെയ്ത ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതിനകത്തെ ഈ ജീവനക്കാരുടെ കൂടി പ്രതികരണം എടുക്കാമെന്ന് തോന്നുന്നു. ഇതിൽ ഒരു ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റിലുള്ള വ്യക്തിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കാമോ? എത്ര സ്റ്റാഫ് ആയിരിക്കും ഇതിലുണ്ടാവുക? ഞങ്ങളിപ്പോ 4 പേരാണ്. 4 പേരുണ്ടാവും. അല്ല, ഇങ്ങനെ ടേൺ തിരിഞ്ഞ് വരുന്നത്. ഇന്ന് ഞാനും മോനിത എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഉണ്ടായത്. അപ്പൊ നാളെ വേറൊരാള് വിനീപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഞങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. ഒരു വണ്ടിയേ ഉള്ളൂ. ട്രെയിനിങ് ഒക്കെ ഇതിനായിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക്? പാൻട്രി ഉണ്ട്, ടോയ്ലറ്റിൻ്റെത്,
പിന്നെ വണ്ടിയുടെ അത് വോൾവോയുടെ ട്രെയിനിങ് അല്ലാതെ ബാംഗ്ലൂർ ഉണ്ട്. ഇതിൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ എന്തൊക്കെ സംവിധാനങ്ങളാണ് അതിനകത്തുള്ളത്? അത് ഇതെല്ലാം ഈ യൂറിനലും പാൻട്രിയും ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ ഈശ്വലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വോൾവോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതില് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമുക്കിപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻട്രി, ടോയ്ലറ്റ് അതാണ് എക്സ്ട്രാ ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഞങ്ങൾ ഡെയിലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാഫ് കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യ യാത്രയുടെ ഭാഗമാണ്. എങ്ങനെയുണ്ട് ഒരു സംവിധാനം? കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് പാൻട്രി സൗകര്യവും ടോയ്ലറ്റ് സൗകര്യമാണ്. ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യത്തിന് യൂറിനൽസ് ഉള്ളിയാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പൊ ഒരുക്കിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വാസം. ഫസ്റ്റ് ജേണിയിൽ പാസഞ്ചേഴ്സിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? തുടങ്ങാൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പൊ റെഡിയായി വരുന്നേ ഉള്ളൂ. അതിന്റെ റെസ്പോൺസ് ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായിരിക്കും അവരുടെ ഒരു ഇതൊന്നും. ഫസ്റ്റ് ജേണിയിൽ ടെൻഷൻ ഉണ്ടോ? ടെൻഷനുണ്ട് ചെറിയ രീതിയിൽ. ലൈറ്റ് ആയിട്ട്. അപ്പോൾ അത്തരത്തിൽ ആദ്യ യാത്രയിൽ ജീവനക്കാർക്ക് ടെൻഷനുണ്ട്, അതിനോടൊപ്പം അതിന്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണെങ്കിലും ഈ കാണുന്നതാണ് KSRTCയുടെ എക്സിക്യൂട്ടീവ് ലക്ഷറി ബിസിനസ് ക്ലാസ് ബസ് എന്ന് പറയുന്നത്. അതിന്റെ ആദ്യ യാത്രയിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, സജ്ജീകരണങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തായിരിക്കും ഈ ബസിന്റെ തിരിച്ചുള്ള ഇങ്ങോട്ടുള്ള സർവീസ്. അങ്ങനെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ യാത്ര ചെയ്യുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലായി ഈ ബസ് ഇത്തരത്തിൽ യാത്ര നടക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്ന് കയറി ഒരു യാത്രയൊക്കെ നടത്തി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാവുന്നതാണ്. വേഗത്തിലൊക്കെ എത്താൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു സുഖകരമായ യാത്ര ഇവരിതിൽ ഉറപ്പു നൽകുന്നുമുണ്ട്. ആ യാത്ര എല്ലാവർക്കും മികച്ച രീതിയിൽ പൂർത്തിയാകാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിരാസനാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.